ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം സ്കാപ്ലിയറുടെ ക്രെഡിറ്റ് കാർഡിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാം സ്കാപ്ലിയർ ക്രെഡിറ്റ് കാർഡ് ഫെഡറൽ ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇറങ്ങുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഒരു കോബ്രന്റെ ക്രെഡിറ്റ് കാർഡ്, ട്രാവൽ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ വരുന്ന ഒരു സംഭവമാണ്. ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സാധനമാണ്. നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടുണ്ടായിരുന്ന അൺബോക്സിംഗ് സംഭവമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഇത്രയും കാലം നമ്മുടെ സ്കാപ്ലിയർ ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി ഒരു ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിലവർക്ക് കിട്ടാറില്ല. പക്ഷേ ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇനി തൊട്ട് ഇതിപ്പോൾ ഓൾറെഡി ആയിട്ടില്ല, അത് ഇംപ്ലിമെന്റ് ആവാൻ പോകുന്നുള്ളൂ. ഇനി തൊട്ട് ആക്ച്വലി ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കും ഇനി ആക്ച്വലി സ്കാപ്ലിയർ ക്രെഡിറ്റ് കാർഡ് കിട്ടൂട്ടാ. അതൊരു നല്ല അപ്ഡേറ്റ് ആണ്. എന്താ വെച്ചാൽ അതൊരു മെയിൻ ഇഷ്യൂ ആയിരുന്നു. എന്ന് വെച്ചാൽ ലൈഫ് ടൈം ഫ്രീ കാർഡാണ്, രണ്ടും ഫെഡറൽ ബാങ്കിന്റെ നോർമൽ കാർഡും ലൈഫ് ടൈം ഫ്രീ ആണ്. പക്ഷെ അതൊരു നല്ലൊരു അപ്ഡേറ്റ് ആണ് പറയുമ്പോൾ. പക്ഷേ ഷെയർ ലിമിറ്റ് ആയിരിക്കും കിട്ടുക. 99% ഷെയർ ലിമിറ്റ് തന്നെ വരാൻ പോകുന്നേട്ടാ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയിക്കും സ്കാപ്ലിയർ കാർഡിൽ അത്യാവശ്യം ബെനിഫിറ്റ്സ് നമുക്ക് 10,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു സംഭവം തന്നെയായിരുന്നു. ഫെഡറൽ ബാങ്കിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഇത് ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ക്ലിക്കായ സാധനമാണ്. പിന്നെ അതിന് ശേഷം ഒരു എന്താ പറയുക ലിമിറ്റ് കുറക്കലൊക്കെ ആകെയായിട്ട് ഭയങ്കര എന്താ പറയുക ഒരു പൊട്ട പേര് എടുത്ത ഒരു കാർഡായിരുന്നു സാധനം. പക്ഷെ അത് തിരിച്ച് മാർച്ച് 2025 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിന് പുതിയൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു സാധനമാണ്. ഞാൻ എന്തായാലും സ്കാപ്ലിയർ ക്രെഡിറ്റ് കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സെറ്റപ്പിന്റെ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിട്ട് മറക്കണ്ട. പിന്നെ നമുക്ക് എന്തായാലും ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് മുമ്പ് ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യട്ടെ, മറക്കണ്ട. പേജ് ഫോളോ അടിക്കാനും മറക്കണ്ട. അടുത്ത കാണാം.